നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് സർക്കാർ നൽകുന്ന പുനരധിവാസ ടൗൺഷിപ്പ് നിർമ്മാണത്തിലെ അപാകതകൾ പുറത്ത്. സഹോദരങ്ങൾ ഉൾപ്പെടെ 16 കുടുംബാംഗങ്ങളെയും കഠിനാധ്വാനത്തിലൂടെ പുഞ്ചിരിമട്ടത്ത് നിർമ്മിച്ച വീടും ഉരുൾപൊട്ടലിൽ നഷ്ടമായ നൌഫൽ എന്ന യുവാവിന്റെ ദുരവസ്ഥ പുനരധിവാസ പ്രവർത്തനങ്ങളിലെ കടുത്ത അനാസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പുതിയ ജീവിതം തുടങ്ങാൻ നൌഫലിന് ലഭിച്ച ടൗൺഷിപ്പിലെ വീടിന്റെ മേൽക്കൂരയിൽ വിള്ളൽ കണ്ടെത്തുകയും മഴ പെയ്തപ്പോൾ വെള്ളം ചോർന്നൊലിക്കുകയും ചെയ്തതോടെ ദുരന്തബാധിതർ വൻ ആശങ്കയിലാണ്. ഗൾഫിൽ ജോലി ചെയ്ത് സ്വരുക്കൂട്ടിയ പണം കൊണ്ട് പുഞ്ചിരിമട്ടത്ത് നിർമ്മിച്ച വീട്ടിൽ അധികകാലം താമസിക്കാൻ പോലും നൌഫലിന് കഴിഞ്ഞിരുന്നില്ല. ആ വീടും ഉച്ചവരും എല്ലാം മലവെള്ളപ്പാച്ചിലിൽ പോയി. നിലവിൽ മേപ്പാടി റിപ്പണിലെ വാടക വീട്ടിൽ താമസിച്ച് ഓട്ടോറിക്ഷ ഓടിച്ചാണ് നൌഫൽ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. കയ്യിലുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട നൌഫലിനെ പോലെയുള്ള പാവങ്ങൾക്ക് സർക്കാർ വലിയ പ്രതീക്ഷയോടെ വാഗ്ദാനം ചെയ്ത ടൗൺഷിപ്പിലെ വീടുകളാണ് ഇപ്പോൾ പണി തീരും മുൻപേ വിള്ളൽ വീണ നിലയിലുള്ളത്. സോൺ 1-ലെ 8-ാം നമ്പർ വീടിന്റെ ടെറസിലെ വിള്ളൽ ഡൈനിങ് ഹാളിന്റെ സീലിംഗിലും വ്യക്തമാണ്. കൂടാതെ കിടപ്പുമുറിയിലെ വാതിലിനും കേടുപാടുകളുണ്ട്. നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതയുണ്ടെന്ന ആക്ഷേപമാണ് ഇതിലൂടെ ഉയരുന്നത്. ആദ്യഘട്ടത്തിൽ കൈമാറാനിരുന്ന 178 വീടുകളിൽ മിക്കതിനും ബലക്ഷയമുണ്ടെന്ന സംശയത്തിലാണ് ഗുണഭോക്താക്കൾ. ശക്തമായ ചൂടിൽ കോൺക്രീറ്റ് ചുരുങ്ങിയതാണ് വിള്ളലിന് കാരണമെന്നും അറ്റകുറ്റപ്പണി നടത്തി പരിഹരിക്കാമെന്നും ഊരാളുങ്കൽ അധികൃതർ പറയുമ്പോഴും ഒരു മഹാദുരന്തത്തെ അതിജീവിച്ചെത്തിയവർക്ക് ഇത്രയും നിലവാരമില്ലാത്ത വീടുകളാണോ നൽകേണ്ടതെന്ന ചോദ്യം ബാക്കിയാവുന്നു. ഈ മാസവും ടൗൺഷിപ്പ് കൈമാറാൻ കഴിയില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മഴക്കാലം പടിവാതിൽക്കൽ എത്തി നിൽക്കെ പുനരധിവാസം നീണ്ടുപോകുന്നത് നൌഫലിനെ പോലെയുള്ള നൂറുകണക്കിന് ദുരന്തബാധിതരെ കടുത്ത ദുരന്തത്തിലേക്കാണ് തള്ളിവിടുന്നത്. വാടക വീടുകളിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് മാറാൻ കാത്തിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ലഭിക്കുന്നത് സുരക്ഷിതമായ മേൽക്കൂരയല്ലെന്ന യാഥാർത്ഥ്യം ഭീതിതമാണ്. നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച് എന്ന് സുരക്ഷിതമായി താമസിക്കാനാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായി ഉറപ്പില്ല. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ പണിയുന്ന വീടുകൾ വിള്ളല് വീണ് ചോർന്നൊലിക്കുന്നത് പുനരധിവാസ പാക്കേജിൽ തന്നെ കരുനിഴലായി മാറിയിരിക്കുകയാണ്. ചൂരൽമല ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളിൽ പലതും വാസയോഗ്യമല്ലെന്ന് പരാതികളുണ്ട്. ചില വീടുകൾക്ക് വിള്ളൽ വീണിട്ടുണ്ട്. വിള്ളൽ വീണ ആദ്യഘട്ട വീടുകൾ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അധികൃതർ സന്ദർശിച്ചു. 2 വീടുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ആശങ്കപ്പെടാനില്ലെന്ന് ഊരാളുങ്കൽ അധികൃതർ പറയുന്നുണ്ട്. വീട് വാസയോഗ്യമാക്കാൻ വേണ്ടി ധാരാളം ടെസ്റ്റുകളും നടത്താറുണ്ട്. ഇതിനിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും അത് പരിഹരിക്കുമെന്നും ഊരാളുങ്കൽ അധികൃതരും അറിയിക്കുന്നുണ്ട്. മാർച്ച് 1-ന് ഉദ്ഘാടനം ചെയ്ത ആദ്യഘട്ട വീടുകൾ വിഷുവിന് മുൻപ് വാസയോഗ്യമാക്കുമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പിനെ തുടർന്ന് പ്രതീക്ഷയിലായിരുന്നു ദുരന്തബാധിതർ. എന്നാൽ സമയമായിട്ടും വാസയോഗ്യമല്ല എന്ന് മാത്രമല്ല, മിക്ക വീടുകളുടെ നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. ഇതിനിടയിൽ 1-ാം സോണിലെ 2 വീടുകളിൽ വിള്ളലുണ്ടായി. ഇതോടൊപ്പം സർക്കാർ ദിനബത്ത മുടങ്ങിയതും ദുരന്തബാധിതരിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. 2 ആഴ്ച മുൻപ് വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അധികൃതരെ അറിയിച്ചിരുന്നതാണെന്നും ഉദ്ഘാടനത്തിന് മുമ്പുള്ള നിർമ്മാണത്തിലെ വേഗത ഉദ്ഘാടനത്തിന് ശേഷം ഉണ്ടായിരുന്നില്ലെന്നും 1-ാം സോണിൽ വീട് ലഭിച്ച വീട്ടുടമ നൌഫൽ പറയുന്നു. വീടിന് തകരാറുണ്ടോ എന്ന് പരിശോധിക്കാൻ നിരവധി ടെസ്റ്റുകൾ നടത്തും. അതിലാണ് കുറവുകൾ കണ്ടെത്തുന്നത്. പിന്നീട് ഇത് പരിഹരിക്കുകയാണ് ചെയ്യുന്നതെന്നും വിള്ളലിൽ ആശങ്കപ്പെടാനില്ലെന്നും വീട് സന്ദർശിച്ച ശേഷം ഊരാളുങ്കൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അരുൺ ബാബു വ്യക്തമാക്കി. നിലവിലുണ്ടായിട്ടുള്ള വിള്ളൽ ഉടൻ പരിഹരിക്കുമെന്ന് ഊരാളുങ്കൽ അധികൃതരും അറിയിക്കുന്നുണ്ട്. ടൗൺഷിപ്പിലെ 178 വീടുകൾക്ക് വേണ്ട കേന്ദ്രീകൃത സംവിധാനങ്ങളുടെ നിർമ്മാണം പൂർത്തിയായെന്നും ഇനി താമസം തുടങ്ങിയ ശേഷമാണ് തുടർ പ്രവർത്തനങ്ങളെന്നും അധികൃതർ പറഞ്ഞു. സർക്കാരിന്റെ വീട് നിർമ്മാണത്തിലെ വേഗത കുറവ് ദുരന്തബാധിതരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാ സഹായവും ലഭിക്കുമെന്നും അതിനൊരു കുറവും വരുത്തില്ലെന്നും മന്ത്രി കെ രാജൻ പ്രതികരിച്ചിട്ടുണ്ട്.